Hi friends, രണ്ട് മൂന്ന് കിടിലൻ ടിപ്പുകൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജയ്. വാച്ച് ടൈം പ്രൊമോഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂട്യൂബേഴ്സ്, ഫ്രണ്ട്സായി ഷെയർ ചെയ്ത് മ്യൂസിക് ഫിലിംസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. വാച്ച് ടൈം നമുക്ക് എടുക്കാൻ പറ്റുന്ന എത്ര മണിക്കൂർ നമ്മൾ യൂട്യൂബിൽ ചിലവഴിച്ചു എന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു മാർഗ്ഗമാണിത്. ഇത് യൂട്യൂബിൽ വീഡിയോസ് പ്രൊമോഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടും. നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് പരസ്പരം വീഡിയോസ് ഷെയർ ചെയ്ത് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക. ഇത് ക്ലിയർ ചെയ്ത് എല്ലാ ദിവസവും ക്ലിയർ ചെയ്തതിന് ശേഷം അതാത് ദിവസത്തെ വാച്ച് ടൈം കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കിഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ അത് താഴോട്ട് അതിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2-3 ഓപ്ഷൻസ് തെളിഞ്ഞു വരും. അതിനകത്ത് പബ്ലിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഉപകാരപ്പെടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. പബ്ലിക് തന്നെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ മൈ ഫേവറേറ്റ്സ് വീഡിയോസ് എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷനിലാണ്. വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കൊളാബറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ട് ഈ പ്ലേലിസ്റ്റ്, അതായത് നമുക്ക് 2-3 ഫ്രണ്ട്സ് കൂടിയിട്ടൊരു സോങ്ങോ കാര്യങ്ങളോ ലിസ്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സഹകരിച്ച് ചെയ്യാൻ പറ്റും. വലിയ യാത്രകളൊക്കെ പോകുന്ന ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഫ്രണ്ട്സ് ട്രെയിൻ യാത്രകളൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓരോ വീഡിയോസും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് തന്നെ. ഏത് പ്രൊഫൈലിൽ നിന്നാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പ്രൊഫൈൽ എടുത്തിട്ട്, ഞാനിപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. ഐ ആം ജയ് എന്ന് സെർച്ച് ചെയ്ത് അതിനകത്ത് നിന്നുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. കാരണം ഞാൻ വാച്ച് ടൈം പ്രൊമോഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ തന്നെ മറ്റൊരു ചാനലിൽ നിന്ന് ഞാനത് നോക്കുകയാണ്. ഇപ്പോൾ ചെയ്ത പ്ലേലിസ്റ്റ് അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അതിൽ നമുക്ക് എൻ്റെ മറ്റ് ചാനലിൽ നിന്ന് എൻ്റെ ഒറിജിനൽ ചാനലിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ 26 വീഡിയോസ് അപ്ലോഡ് ചെയ്തതിൻ്റെ ഒരു ചാനൽ വന്നു. അപ്പോൾ അതിൽ നമുക്ക് മുകളിൽ തന്നെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ആ പ്ലേലിസ്റ്റ് ഉണ്ടല്ലോ, അത് പബ്ലിക്കായിട്ട് മറ്റൊരാൾക്ക് കാണാൻ പറ്റുന്നു. ഞാൻ വേറൊരാളുടെ അക്കൗണ്ടിൽ നിന്നാണല്ലോ കയറുന്നത്, രണ്ടാമത്തെ അക്കൗണ്ടിൽ നിന്നാണ് കയറുന്നത്. ആ പ്ലേലിസ്റ്റ് നമ്മുടെ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്യാം. അതായത് എനിക്ക് പ്രൊമോഷൻ ചെയ്യേണ്ട ചാനലിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് കാണിച്ചു. അത് ഞാൻ മറ്റൊരു സുഹൃത്ത് എന്നെ സെർച്ച് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. മറ്റൊരു അക്കൗണ്ടിൽ നിന്നാണ് ഈ പ്ലേലിസ്റ്റ് നമ്മുടെ ഈ ജെ എന്ന പ്രൊഫൈലിലുള്ള ആ ഒരു ആൾക്ക് ആഡ് ടു ലൈബ്രറി, ആ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം ഇത് പ്രൊമോഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്ലേ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നോർമലി നൈറ്റൊക്കെ ഫുൾ ടൈം പ്ലേ ചെയ്യിക്കുക എന്നുള്ളതാണ് നല്ല മാർഗം. അപ്പോൾ ആ പ്ലേലിസ്റ്റിലുള്ള ഓരോ വീഡിയോസ് പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വർക്കിംഗ് ആണ്. അതിനുശേഷം നമുക്ക് ഈ വാച്ച് ഹിസ്റ്ററി എങ്ങനെ എടുത്ത് പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ ക്ലിയർ വാച്ച് ഹിസ്റ്ററി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വാച്ച് ഹിസ്റ്ററി പിന്നെ 0 ആയിരിക്കും. ആദ്യം നമ്മൾ കുറച്ച് മണിക്കൂറുകൾ ഉപയോഗിച്ചായിട്ട് കണ്ടു. അതിപ്പോൾ നിലവിൽ 0 ആയിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം, വാച്ച് ഹവേഴ്സ് അറിയാനുള്ള കാര്യം, വാച്ച് ഹവേഴ്സ് ക്ലിയർ ചെയ്യാനുള്ള കാര്യം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ പ്ലേലിസ്റ്റ് എങ്ങനെ റിമൂവ് ചെയ്യാം. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ റിമൂവ് ചെയ്യണമല്ലോ. അത് ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയിക്കോളും. ചെക്ക് ചെയ്യാം. നമുക്കത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പോയതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. എൻ്റെ ഒറിജിനൽ പ്രൊഫൈലിൽ തന്നെ കയറി വന്നു. അതിനകത്ത് അവിടെ എൻ്റെ പ്ലേലിസ്റ്റ് അവിടെ ഉണ്ട്. അവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. ആ ഷെയർ ബട്ടൺ വഴി നമുക്ക് വാട്സപ്പ് വഴിയോ
ഫേസ്ബുക്ക് വഴിയോ എങ്ങനെ വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവരോടൊരു ഹെൽപ്പ് ചോദിക്കാം, ഇത്തരം വീഡിയോസ് നൈറ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് കിടക്കാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാച്ച് ഹവേഴ്സ് പ്രൊമോഷൻ കൂടും.